നടൻ ഇന്നസെന്റ് അദ്ദേഹം ഒരു എഴുത്തുകാരനായിരുന്നു, അതുപോലെ തന്നെ ഒരു സിനിമാ നിർമ്മാതാവായിരുന്നു. അതിനുമുപരിയായിട്ട് അദ്ദേഹം മലയാളത്തിലെ ഒരു മഹാനടനായിരുന്നു. ഇന്നസെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം 1979 ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിൽ കൗൺസിലറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ അമ്മ താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റായിട്ട് ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച വ്യക്തി ആരായിരുന്നു? ഇന്നസെന്റ് ആയിരുന്നു. അതുപോലെ 2014 ലോകസഭയിലേക്ക് ചാലക്കുടി ലോകസഭാ മണ്ഡലത്തിൽ നിന്നും ഇന്നസെന്റ് തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. 2014 ഇന്നസെന്റ് ലോകസഭ MP ആകുന്നത്. അത് 16ാമത്തെ ലോകസഭയായിരുന്നു. 16ാമത്തെ ലോകസഭ MP ആകുന്ന അല്ലെങ്കിൽ ലോകസഭ അംഗമാകുന്ന ആദ്യത്തെ മലയാള സിനിമാ നടൻ ആരായിരുന്നു? ഇന്നസെന്റ് ആയിരുന്നു. അദ്ദേഹത്തിന് നിരവധി തവണ പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ മികച്ച ഹാസ്യനടനുള്ള കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം 2020 നടൻ ഇന്നസെന്റിന് ലഭിക്കുകയുണ്ടായി. ഇന്നസെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അദ്ദേഹം പ്രേക്ഷകനെ കുടുകൂടെ പൊട്ടിച്ചിരിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. കോമഡി രംഗങ്ങൾ അഭിനയിച്ച് പ്രേക്ഷകനെ പൊട്ടിച്ചിരിപ്പിക്കാനുള്ള ഇന്നസെന്റിൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അദ്ദേഹം ഒരു അതുല്യ പ്രതിഭ തന്നെയാണ് അക്കാര്യത്തിൽ. അതുപോലെ തന്നെ ഇന്നസെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതുപോലെ സിനിമയിൽ ഇന്നസെന്റ് സ്ക്രീനിലുണ്ടെങ്കിൽ നായകൻ്റെ അസാന്നിധ്യം പോലും പ്രേക്ഷകൻ അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതുപോലെ തന്നെ ഇന്നസെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇന്നസെന്റിന്റെ ബുക്കാണ് ഇരിങ്ങാലക്കുടയ്ക്ക് ചുറ്റും. ഇന്നസെന്റിന്റെ ആത്മകഥയാണ് ക്യാൻസർ വാർഡിലെ ചിരി. അതുപോലെ തന്നെ ഇന്നസെന്റ് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ഏതാണെന്നറിയാമോ? സെന്റ് തോമസ് കത്തീഡ്രൽ സെമിത്തേരി, ഇരിങ്ങാലക്കുട. ഇന്നസെന്റ്